വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് BJP അതിനെ നോക്കിക്കാണുന്നത്. 41 സീറ്റുകളും ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഈ സൂചനകൾ നൽകിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ചേർന്ന കോർ കമ്മിറ്റി യോഗം. ഇതിന് ഏതാണ്ട് 2-3 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ BJP സംസ്ഥാന നേതൃത്വം കേന്ദ്ര നേതൃത്വത്തിന് പാലക്കാട്ടെ പരാജയം അടക്കമുള്ള കാര്യങ്ങൾ വിശദമായ പഠനങ്ങൾ നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു എന്ന വാർത്തയൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിൽ പറഞ്ഞിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, പ്രത്യേകിച്ചും ഈ ശോഭാ സുരേന്ദ്രനെ പോലുള്ള ആളുകളൊക്കെ അവിടെ കൃഷ്ണകുമാറിനെ തോൽപ്പിക്കാനായിട്ട് പല നീക്കങ്ങളും നടത്തി തുടങ്ങിയ കാര്യങ്ങളൊക്കെ വ്യാജമാണെന്ന് പ്രധാന നേതാക്കളടക്കം വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസത്തെ ഈ കോർ കമ്മിറ്റി മീറ്റിംഗിലാണ് സുപ്രധാനപ്പെട്ട തീരുമാനം. 41 സീറ്റുകളും വേണം, മിഷൻ 41 എന്നൊരു തലക്കെട്ടോടു കൂടിയിട്ടാണ് അവർ ഇനിയുള്ള ദിവസങ്ങളിൽ കടുത്ത വലിയ രീതിയിലുള്ള പോരാട്ടം നടത്തുക എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഈ 41 സാധ്യമാണോ? 41 സാധ്യമാവണം എന്നാണ് BJPയുടെ കോർ കമ്മിറ്റിയിൽ തീരുമാനമുണ്ടായിരിക്കുന്നത്. എന്തായാലും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് ശേഷം K സുരേന്ദ്രനെതിരെ വലിയ സൈബർ ആക്രമണം വന്നിരുന്നു. K സുരേന്ദ്രനെതിരെ മാത്രമല്ല BJPയിലെ ഗ്രൂപ്പുകൾക്കെതിരെ ഇതുവരെ അണികളിൽ നിന്ന് ഒരുപാട് തരത്തിലുള്ള വിമർശനങ്ങളുണ്ടായിരുന്നു. അത് പക്ഷേ അതിൻ്റെ അണ പൊട്ടിയ ഒരു രീതിയായിരുന്നു ഈ കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതോടുകൂടി നമ്മൾ കണ്ടത്. K സുരേന്ദ്രന് മാത്രമല്ല BJPയിൽ ഗ്രൂപ്പ് കളിക്കുന്ന എല്ലാ നേതാക്കന്മാർക്കുമെതിരെ അണികൾ ശക്തമായി രംഗത്തെത്തി. അതായത് മറ്റു പാർട്ടിക്കാരോ മാധ്യമങ്ങളോ ഒന്നും തന്നെയല്ല, BJPയിലെ പാവപ്പെട്ട BJPക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, BJPയോട് അനുകൂലമുള്ള, അതുപോലെ തന്നെ BJP അധികാരത്തിൽ വരണം, BJP ഒരു മൂന്നാമത് ആൾട്ടർനേറ്റീവ് ശക്തിയാണ് എന്നൊക്കെ വിശ്വസിക്കുന്ന നിഷ്പക്ഷരായ ആളുകളടക്കം സോഷ്യൽ മീഡിയയിൽ BJPയെ വാരിയടിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതോടുകൂടി BJPയിലെ നേതാക്കന്മാർക്ക് ചില കാര്യങ്ങൾ മനസ്സിലായി. ഇനിയും ഈ ഗ്രൂപ്പ് കളിയുമായി മുന്നോട്ട് പോയാൽ രക്ഷയില്ല. ഇനി അല്ലെങ്കിൽ തന്നെ തങ്ങളുടെ ചില കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ റിസൾട്ട് ഉണ്ടാക്കി കാണിക്കണം എന്നുള്ള കാര്യം അവർക്ക് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. അതായത് കേന്ദ്ര നേതൃത്വം കൃത്യമായി ഇതെല്ലാം വീക്ഷിക്കുന്നുണ്ടെന്നും ഈ കാര്യത്തിൽ നടപടി ഉണ്ടാകുമെന്നും അവർക്ക് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഇവിടെയുള്ള പ്രഭാരി എന്ന് പറയുന്നത് ജാവ്ദേക്കറാണ്. അത് ജാവ്ദേക്കറെ കുറിച്ച് സന്ദീപ് വാര്യർ പറഞ്ഞൊരു കാര്യമുണ്ട്. സുരേന്ദ്രൻ ജാവ്ദേക്കറുടെ കോള് പോലും എടുക്കാറില്ല, അദ്ദേഹത്തെ വളരെ പുച്ഛമായിട്ടാണ് കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രഭാരി ഇവിടെ ഇരിക്കുന്ന സമയത്തോളം ഇവിടെ എന്തും നടക്കുമെന്നുള്ളൊരു ധാരണയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ കാണേണ്ടത് സഹപ്രഭാരിയായിട്ട് വന്നത് അപരാജിതയാണ്. അപരാജിത എന്ന് പറയുന്നത് വളരെ കണ്ണിങ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു നേതാവാണ് BJPക്കകത്ത്. അവർ സഹപ്രഭാരിയായി വന്നതോടുകൂടി ചില കാര്യങ്ങളൊക്കെ കർശനമായി നടക്കുന്നു എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. ഇവിടെ BJP തീരുമാനിച്ചിരിക്കുന്നത് എന്താണ്? BJPയിലെ ജില്ലാ ഘടകങ്ങൾ വിഭജിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഏറ്റവും നല്ല തീരുമാനമെന്ന് മാത്രമേ ഞാൻ ഇതിനെ പറയൂ. കാരണം BJPക്ക് ഒരു ജില്ലാ പ്രസിഡന്റ്, 14 ജില്ലകളിൽ 14 ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിലായിരുന്നു ഇതുവരെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. ആ 14 ജില്ലാ പ്രസിഡന്റുമാർക്കും ഭരണമില്ലാതിരുന്നിട്ട് കൂടി കേന്ദ്ര ഭരണത്തിന് തണലിൽ മാത്രം തലക്കനമായിരുന്നു. 14 ജില്ലാ പ്രസിഡന്റുമാർ എല്ലാവരും ഞാൻ കുറ്റപ്പെടുത്തില്ല. അതിൽ ചില ജില്ലാ പ്രസിഡന്റുമാരുടെ അടുത്തൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഇവർക്ക് എനിക്കെന്തോ രാജസിംഹാസനം കിട്ടി എന്നുള്ള നിലയിലായിരുന്നു. പക്ഷേ ആ ജില്ലയിൽ മുഴുവൻ പ്രവർത്തിക്കാനോ ആ ജില്ലയെ മുഴുവൻ കെട്ടിപ്പടുക്കാനോ ഉള്ളൊരു ആർജവമോ ശേഷിയോ ഇവർ കാണിക്കുന്നുമില്ലായിരുന്നു. അപ്പോൾ അതിന് ശാശ്വതമായ പരിഹാരം, ഒരു ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരു മികച്ച കഴിവുള്ള ആളെ കണ്ടെത്തി കൊണ്ടുവന്നാലൊന്നും BJPയുടെ കേരളത്തിലെ സംഘടനാ പ്രവർത്തനം മെച്ചപ്പെടില്ല എന്നുള്ളത് വളരെ വ്യക്തമായി മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇത്തരത്തിലൊരു നടപടി അല്ലെങ്കിൽ ഒരു തീരുമാനം BJPയുടെ കോർ കമ്മിറ്റി പറയുന്നത്. അതിൽ പറയുന്നത് BJPയുടെ ജില്ലാ ഘടകങ്ങളെ രണ്ടാക്കിയിട്ട് തരംതിരിക്കുക, ജില്ലാ കമ്മിറ്റികളെ വിഭജിക്കുക. അതായത് ഇപ്പം എറണാകുളം ജില്ലയാണെങ്കിൽ എറണാകുളം ജില്ലയിലെ ഇപ്പം നിൽക്കുന്ന ജില്ലാ കമ്മിറ്റി അങ്ങനെ തന്നെ നിലനിൽക്കും. പക്ഷെ അതിനൊരു കൃത്യമായ ഒരു വിഭജനം ഉണ്ടാവും. ആ വിഭജനം ഉണ്ടാക്കി ഇപ്പം എറണാകുളത്താണെങ്കിൽ 3 അതായത് തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് ജില്ലാ കമ്മിറ്റികളെ 3 ജില്ലാ കമ്മിറ്റികളായിട്ട് അതായത് ഇതിൽ പറയുന്നത് 10 ലക്ഷം ആളുകൾ കൂടിയിരിക്കുന്ന ഒരു സ്ഥലത്തെ ഒരു പ്രദേശമാക്കി മാറ്റുകയും അങ്ങനെ 21 പ്രദേശമാക്കി രൂപപ്പെടുത്തണം എന്നാണ് ഇതിൽ പറയുന്നത്. അങ്ങനെയല്ലേ? 31. അതെ. അതായത് 10 ലക്ഷം ആളുകളുള്ള ഒരു പ്രദേശത്തെ ഒരു ജില്ലാ കമ്മിറ്റി പ്രഖ്യാപിക്കുക. ആ ജില്ലാ കമ്മിറ്റിക്ക് ഒരു പ്രസിഡന്റ് ഉണ്ടാവും. അങ്ങനെ 31. അതെ. ആ പ്രസിഡന്റ് മാത്രമല്ല, ഒരു മുതിർന്ന BJPയുടെ സംസ്ഥാനത്തെ ഒരു മുതിർന്ന നേതാവിന് അവിടെ പ്രത്യേക ചുമതല. ആ നേതാവാണ് ആ പ്രദേശം കംപ്ലീറ്റ് നോക്കേണ്ടത് എന്നുള്ള രീതിയിലേക്ക് പോകും. അതോടുകൂടി BJPയിൽ ഒരുപാട് പ്രശ്നങ്ങൾ മറികടക്കും. കാരണം ഒരു വ്യക്തിപരമായ ഒരു ആരോഗ്യപരമായ മത്സരം ഈ നേതാക്കന്മാർക്കിടയിൽ ഉണ്ടാകും. ആ മത്സരമാണ് വേണ്ടത്. അതായത് എൻ്റെ പ്രദേശം കൂടുതൽ മെച്ചപ്പെടണം
എന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് നടക്കേണ്ടത്. അത് തന്നെയാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ആ ജില്ലാ പ്രസിഡന്റും ആ പറയുന്ന ഈ നേതാവും എല്ലാം കൂടി ഒരുമിച്ച് താഴെ തട്ടിലോളം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ BJPക്ക് കാതലായ മാറ്റം ഉണ്ടാകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ ഈ സ്ഥാനങ്ങൾ കിട്ടാതെ തഴയപ്പെടുന്ന BJPക്കകത്തെ സാധാരണക്കാരായിട്ടുള്ള മികച്ച പ്രവർത്തകരുണ്ട്. അത്തരം ആളുകളെ കണ്ടെത്തിക്കൊണ്ട് നേതൃസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരാനും ചില കാരണങ്ങളാൽ കൊണ്ട് BJPയുടെ ചില ഗ്രൂപ്പുകളോട് എതിർപ്പുള്ളത് കൊണ്ട് പുറത്താക്കപ്പെട്ട ആളുകൾ, ചില ഈ BJPയിലെ നേതാക്കന്മാരുടെ അഭിപ്രായ വ്യത്യാസമുള്ളത് കൊണ്ട് വിമതരായി നിൽക്കുന്ന ആൾക്കാരുണ്ട്. അത്തരത്തിലുള്ള ആളുകളെയൊക്കെ തിരിച്ച് BJPയോട് അടുപ്പിക്കാനും BJPയിലേക്ക് തിരികെ കൊണ്ടുവരാനും പറ്റാവുന്ന ആളുകളെല്ലാം അക്കമഡേറ്റ് ചെയ്യാനുമുള്ള ഒരു തീരുമാനം കൂടെ അതിൻ്റെ കൂടെ എടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് വളരെ മികച്ചൊരു തീരുമാനമാണ്. ഈ ഞാൻ പറഞ്ഞതുപോലെ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് ജില്ലകൾക്ക് ജനസംഖ്യ കൂടുതലുള്ളത് കൊണ്ട് അവിടെ 3 കമ്മിറ്റികളാക്കിയാണ് ഇതിനെ വിഭജിക്കുന്നത്. അങ്ങനെ 3 ജില്ലാ കമ്മിറ്റി വരുമ്പോൾ 3 പ്രസിഡന്റുമാരും വരും. അപ്പോൾ ആ 3 പ്രസിഡന്റുമാർ ഉൾപ്പെടെ അടിത്തട്ടിലോളം, അതായത് അവരുടെ ബൂത്ത് കമ്മിറ്റി വരെ ഇറങ്ങി പ്രവർത്തിക്കണം എന്നുള്ളതാണ് തീരുമാനം. ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലെ പ്രസിഡന്റിന്, ഇപ്പം VK സജീവനാണ് കോഴിക്കോട് ജില്ലയിലെ പ്രസിഡന്റ്, അദ്ദേഹത്തിന് മാത്രം കോഴിക്കോട് ജില്ലയിലെ എല്ലാ ഭാഗങ്ങളും ക്ലിയർ ആയിട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. അത് അദ്ദേഹത്തിന്റെ പരിമിതി, അദ്ദേഹത്തെ കുറ്റം പറയുന്നതല്ല. അതായത് അദ്ദേഹത്തിന് കഴിയാത്തതിന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഈ ഒരു ആൾക്ക് മാത്രം ഇത്രയും വലിയ ജില്ല കൊണ്ടുപോകാൻ എങ്ങനെ കഴിയും? പ്രത്യേകിച്ച് BJP പോലുള്ള ഒരു സംഘടനാ സംവിധാനത്തിൽ അവർക്ക് ആ പ്രവർത്തനത്തിന് ആളുകൾ കുറവാണ്. ഏറ്റവും കൂടുതൽ BJP പ്രവർത്തിക്കുന്നത് സൈബർ മേഖലയിലാണ്. സോഷ്യൽ മീഡിയയിൽ ആ രാഷ്ട്രീയമാണ് എല്ലാവരും കാണുന്നത്. അതെ, സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പ്രവർത്തകരുണ്ട് BJPക്ക്. BJP രാഷ്ട്രീയം കേരളത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ഓടുന്ന എല്ലാ പ്ലാറ്റ്ഫോമുകളും നിങ്ങൾ എടുത്ത് പരിശോധിച്ചോളൂ. അവിടെ BJP പൊളിറ്റിക്സ് പറയുന്ന പ്ലാറ്റ്ഫോമുകൾക്കാണ് ഏറ്റവും കൂടുതൽ വരുമാനമുള്ളത്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കാഴ്ചക്കാരും ഓഡിയൻസും ഉള്ളത്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി. പിന്നെ രണ്ടാമത്തത് പ്രോ റൈറ്റ് വിങ് പൊളിറ്റിക്സ്, അതായത് ലെഫ്റ്റ് പൊളിറ്റിക്സ് ആയിരുന്നു ഒരു കാലഘട്ടം വരെ കേരള മനസ്സിനെ സ്വാധീനിച്ചതെങ്കിൽ ഇപ്പോഴത്തെ ഒരു സാധ്യത അനുസരിച്ച് ഒരു പ്രോ ഹിന്ദു ലെവൽ അല്ലെങ്കിൽ പ്രോ റൈറ്റ് വിങ് പൊളിറ്റിക്സ്, അതായത് റൈറ്റ് വിങ് പൊളിറ്റിക്സ് ഒരു മോശമല്ല എന്നുള്ളൊരു സാധ്യതയിലേക്ക് ആളുകൾ എത്തിയിരിക്കുന്നു. എന്താണ് റൈറ്റ് വിങ് പൊളിറ്റിക്സ്, എന്താണ് അതിൻ്റെ കാര്യങ്ങൾ, വളർച്ച എന്താണ്, ബിസിനസ് എന്താണ്, അവനവൻ്റെ ജീവിത സാഹചര്യത്തെ മെച്ചപ്പെടുത്താനുള്ള എന്തൊക്കെ കാര്യങ്ങളുള്ളത് എന്ന് മനസ്സിലാക്കുമ്പോൾ ആളുകൾക്ക് ഇഷ്ടം എന്താണ്? കാനഡയിലേക്ക് പോവുക, അമേരിക്കയിലേക്ക് പോവുക, അതായത് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോവുക. ലെഫ്റ്റായിട്ട് ചിന്തിച്ച ഒരു കാലഘട്ടത്തിൽ ലെഫ്റ്റായിട്ട് ചിന്തിച്ച ആളുകളുടെ മനസ്സിൽ പോലും റൈറ്റിന്റെ ആശയ സ്വാധീനം കടന്നു വരുന്നു. CPMലെ നിരവധി നേതാക്കൾ BJPയിലേക്ക് മാറുന്നു. ഇങ്ങനെ വലിയ വലിയ മാറ്റങ്ങളാണ്, വലിയ വലിയ സാധ്യതകളാണ് കേരള BJPയെ കാത്തിരിക്കുന്നത്. അതിൻ്റെ സൂചനകൾ ഇതിനോടകം തന്നെ ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ടായി. നേരത്തെ ഇതിൽ ഗൗരവമായിട്ട് നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയാണ് ഈ നേതൃത്വം ഇത്തരം രീതിയിലുള്ള മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ കോർ കമ്മിറ്റിയിൽ തീരുമാനങ്ങൾ ഉണ്ടാവുമ്പോൾ തന്നെ എത്തരം രീതിയിലാണ് ഇത് ഫലപ്രദമാവുക, അല്ലെങ്കിൽ എങ്ങനെയാണ് അവരിതിനെ മുൻപോട്ട് കൊണ്ടുപോകുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ആശങ്കയായിട്ട് നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ സന്ദീപ് വാര്യർ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ഉത്തരേന്ത്യൻ പോലുള്ള സ്ഥലങ്ങളിലുള്ള ഏത് രീതിയിലാണ് BJP പ്രവർത്തിക്കുന്നത്, ആ ഒരു രീതിയിലുള്ള ഒരു പ്രവർത്തനം കേരളത്തിൽ കാഴ്ചവെക്കുകയാണെങ്കിൽ അത് ശരിയാവില്ല. കേരളത്തിന് അത്തരം രീതിയിലുള്ള ഒരു മാർക്കറ്റിങ്ങോ അത്തരം രീതിയിലുള്ള ഒരു പ്രചരണമോ അല്ല വേണ്ടത്. മറ്റൊരു കേരള മനസ്സിനെ സ്വാംശീകരിക്കുന്ന, അല്ലെങ്കിൽ കേരളത്തിന് ഒരു വലിയൊരു നവോത്ഥാന മനസ്സുണ്ട്, അല്ലെങ്കിൽ പുരോഗമനത്തിനൊക്കെ വലിയ രീതിയിൽ ഉൾക്കൊള്ളുന്ന ഒരു മനസ്സുണ്ട്. അപ്പോൾ ഇവിടെ കൂടുതലും ഈ വർഗീയത മാത്രം പ്രചരിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും BJPയെ ആളുകൾ അസ്പൃശ്യരായിട്ടോ അല്ലെങ്കിൽ അവരോട് വെറുപ്പിന്റെ ഫാക്ടറി ആയിട്ടോ തിരസ്കരിക്കുകയോ ചെയ്യുന്ന ഒരു സ്വഭാവം സ്വാഭാവികമായിട്ടും ഉണ്ടാവും. കേരള മനസ്സിനെ കൂടുതലായിട്ടും സ്വാധീനിക്കുന്നത് മുസ്ലിം വോട്ട് ബാങ്ക് ഇവിടെ വലിയൊരു ശക്തി തന്നെയാണ്. അപ്പോൾ മുസ്ലിങ്ങളെയും കൂടി തങ്ങളുടെ ഭാഗത്ത് ചേർത്ത് നിർത്തുക, അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്കും കൂടി പ്രാപ്യമായിട്ടുള്ള ഒരു പാർട്ടിയാണ് BJP എന്ന ഒരു തോന്നലിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകമല്ലേ? തീർച്ചയായിട്ടും അതൊരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. കാരണം ഇന്ന് ഇടത് വലത് മുന്നണികൾ ഇവിടെ വളരെ ശക്തമായി നിൽക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണ്? മുസ്ലിം വോട്ട് ബാങ്ക് തന്നെയാണ്. പക്ഷേ കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ ഏറ്റവും വലിയ ഒരു പ്രതിഭാസം രൂപപ്പെട്ടിട്ടുണ്ട്. അതായത് BJP എന്ന് പറയുന്നത് തന്നെ എന്തോ ഒരു വളരെ വർഗീയപരമായിട്ടുള്ളൊരു കക്ഷിയാണ്, അവരെ തൊട്ടുകൂടായ്മ അവർക്കുണ്ട് എന്നുള്ളത് അവരുടെ തലയിൽ ഇഞ്ചക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ. അപ്പോൾ BJP എന്ത് പറഞ്ഞാലും അത് വർഗീയതയാണ്. അതാണ് നമ്മുടെ പ്രശ്നം. BJP എന്ത് പറഞ്ഞാലും വർഗീയതയാണ്. പകരം SDPIയോ പോപ്പുലർ ഫ്രണ്ടോ എന്ത് ചെയ്താലും അത് വർഗീയതയല്ല. അതായത് ഒരു പ്രധാനപ്പെട്ട ചാനലിൽ 3 പേരിരുന്ന് എത്ര വർഗീയത പറഞ്ഞാലും അതിനടിയിൽ വന്ന് ന്യായീകരിക്കുന്ന ഒരു പറ്റം ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സത്യം പറയുന്നവർ എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
ഇവർ ഒരു കാലഘട്ടത്തിലും ആളുകളെ വിഭജനത്തിന്റെ രാഷ്ട്രീയം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇവരെയാണ് ഇവർ സംഭവമാക്കിയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലൊരു അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണക്കാർ ഇവർ കൂടിയാണ്. കാരണം കേരളത്തിലെ സുന്നി വിഭാഗങ്ങൾ ഒരു കുറച്ചുകൂടെ പുരോഗമനപരമായി ചിന്തിക്കുന്ന ആളുകളാണ്. അവർക്കിടയിലേക്ക് പോലും ഈ മുസ്ലിം ലീഗിൻ്റെ ഇടയിലേക്ക് പോലും തീവ്ര നിലപാടുകൾ എടുക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള ആളുകളുടെ ചർച്ചയും ഇത്തരത്തിലുള്ള ആളുകളുടെ തലച്ചോറിലേക്ക് ഒരു തരത്തിലുള്ള വർഗീയത കുത്തിക്കയറ്റാൻ ഇവർക്ക് ശ്രമിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ പറഞ്ഞത് ശരിയാണെന്നാണോ പറയുന്നത്? തീർച്ചയായും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ 100% ശരിയാണ്. SDPI-യും നമ്മുടെ ജമാഅത്തെ ഇസ്ലാമി ലീഗുമായിട്ട് കൂടിച്ചേർന്ന് പ്രവർത്തിക്കുന്നു. 100%. ഇപ്പം കംപ്ലീറ്റ് ആളുകളെല്ലാം കേന്ദ്രീകരിച്ചിരുന്നത് കോൺഗ്രസിലേക്കാണ്. ന്യൂനപക്ഷം കംപ്ലീറ്റ് കോൺഗ്രസിലേക്ക് കേന്ദ്രീകരിച്ചു കഴിഞ്ഞു. ഈ CPM-ന് ഒരു പിന്തുണ അവർ കൊടുക്കുന്നില്ല. മാത്രമല്ല ഇവരുടെ അടുത്ത് നിന്ന് സപ്പോർട്ട് വാങ്ങിക്കൊണ്ടിരുന്ന ആൾക്കാരാണ് CPM-കാർ. അവരാ തിരിഞ്ഞു കുത്താൻ തുടങ്ങിയപ്പോഴാണ് മുഖ്യമന്ത്രി ഇങ്ങനെ പറഞ്ഞത്. അത് കൂടെ ആലോചിക്കണം. പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത് പറയുമ്പോഴേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരായി? സംഖ്യയായി. പിണറായിയെ സംഖ്യയാക്കി, EP ജയരാജനെ സംഖ്യയാക്കി, ഗോവിന്ദ മാഷ് സംഖ്യയാക്കി. പിന്നെ ആരാണ് സംഖ്യ അല്ലാത്തത്? മതതീവ്രവാദത്തിനെതിരെ, മുസ്ലിം ബ്രദർഹുഡിനെതിരെ, ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ പറയുന്നവരെല്ലാം സംഖ്യകളാണ് എന്നുള്ള നിലയിലേക്കുണ്ട്. അങ്ങനെ ഒരു സംഖ്യയാണെങ്കിൽ ആ സംഖ്യ ആയിക്കളയാം എന്നാണ് ഇപ്പോൾ ഇവിടുത്തെ ആളുകൾ തീരുമാനിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി എന്ന് പറയുന്ന പുതിയൊരു പേര് കൂടി CJP എന്ന് പറഞ്ഞൊരു പേര് കൊടുത്തിട്ടുണ്ട്. ആ പേര് ഇതൊക്കെ ആരുടെ നിർമ്മിതിയാണ്? അതെ, ഇത് വളരെ ഫലപ്രദമായിട്ടൊരു ഒരു തലച്ചോറ് പ്രവർത്തിക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ. ഈ CJP രാഷ്ട്രീയം എന്നൊക്കെ പറയുമ്പോഴും അത് നമ്മൾ ഒറ്റയടിക്ക് കേൾക്കുമ്പോൾ നമുക്കൊരു സുഖമായിട്ടൊക്കെ തോന്നും. പക്ഷേ ഇതിൻ്റെ പുറകിലുള്ളത് ഒരു വലിയ ഇസ്ലാമിക പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ തലയാണ് ഇതിനുള്ളിൽ. ഈ പൊളിറ്റിക്കൽ ഇസ്ലാം അവരുടെ കൃത്യമായ തീരുമാനങ്ങൾ അവർ ഏത് മുന്നണിയിലൂടെ നടപ്പിലാക്കും. ഇപ്പോൾ ഇടതുപക്ഷത്തിന് അനുകൂലമായ സാഹചര്യമാണെങ്കിൽ അവരോടൊപ്പം ചേർന്ന് അവർക്കുള്ളിൽ കടന്നു കയറി അവരോടൊപ്പം മുന്നോട്ട് പോവുകയും ഒരു പരിധി കഴിയുമ്പോൾ മറ്റൊരു കോൺഗ്രസിന് അനുകൂലമാണെങ്കിൽ അവർക്കിടയിലേക്ക് കടന്നു കയറി ലീഗിനെ പോലും സ്വാധീനിക്കുന്ന ഒരു നിലപാടിലേക്ക് അവരെത്തും. പണ്ടൊക്കെ മുസ്ലിം ലീഗിന് വളരെ കൃത്യമായ ഒരു മതേതരത്വ നിലപാട് സ്വീകരിക്കാൻ കഴിഞ്ഞിരുന്നു. പക്ഷേ ഇന്ന് മുസ്ലിം ലീഗിന് പോലും സ്വീകരിക്കാൻ കഴിയുന്നില്ല. വഖഫിൽ കാണോ, വഖഫിൽ 2 നിലപാടെടുത്തു മുസ്ലിം ലീഗ്. നിലപാട് കഴിഞ്ഞ ദിവസം അതെ, ടി മുഹമ്മദ് ബഷീർ അതിനെ അനുകൂലിക്കുന്നു. കുഞ്ഞാലിക്കുട്ടിക്ക് വേറൊരു നിലപാടാണ്. ആ മതനിരപേക്ഷ നിലപാട് തങ്ങൾക്കും കുഞ്ഞാലിക്കുട്ടിക്കും ഉണ്ടെങ്കിൽ അത് പറയാൻ പറ്റുന്നില്ല. അങ്ങനെ പറയുന്ന കുഞ്ഞാലിക്കുട്ടിയെ തങ്ങളെയും തെറി വിളിക്കുകയാണ്. ആ രീതിയിലേക്ക് ഇവിടുത്തെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇവിടുത്തെ യുവാക്കൾക്ക്, ഇവിടുത്തെ CPM-കാർക്ക്, ഇവിടുത്തെ ഈ പറയുന്ന ലെഫ്റ്റ് പൊളിറ്റിക്സ് പറയുന്ന ആളുകൾക്കെല്ലാം തന്നെ താല്പര്യം എന്താണ്? താല്പര്യം എന്ന് പറയുന്നത് ഈ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും കാനഡയും പോലുള്ള രാജ്യങ്ങൾ തന്നെയാണ്. ആ രാജ്യങ്ങളിലൊക്കെ ഉള്ളത് റൈറ്റ് വിങ് പൊളിറ്റിക്സും ഈ പറയുന്ന റൈറ്റ് ആയിട്ടുള്ള ഒരു ജീവിത സാഹചര്യമുള്ള സ്ഥലമാണ്. ജോലി, എൻ്റെ ജോലി, എൻ്റെ വരുമാനം, എൻ്റെ സാമ്പത്തികം, എൻ്റെ വീടുകളിലെ ആളുകളെ നോക്കുക, അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ വികസനം, രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ചർച്ചകൾ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ നിൽക്കുന്നിടത്തു നിന്നെല്ലാം നമ്മൾ മാറിയിരിക്കുന്നു. അതായത് ഇപ്പോൾ ആളുകൾക്ക് പൊളിറ്റിക്സിനേക്കാളൊക്കെ കൂടുതൽ താല്പര്യം എന്താണ്? അവനവൻ്റെ വരുമാനവും ജോലിയും അതുവഴിയുള്ള മാൻ പവർ, അതായത് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ കൂടുതലാണ് ഇന്ത്യയിൽ. അങ്ങനെ ആളുകൾ IT ഫീൽഡിൽ വരുന്നു. ഇതിലൊക്കെ നോക്കുമ്പോൾ ഇതെല്ലാം നമ്മൾ ഇപ്പം പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ എല്ലാ മക്കൾ എവിടെയാണ്? വിദേശത്താണ്, പുറത്താണ്. അല്ലാത്ത ആളുകൾ 1-2 ആൾക്കാരുണ്ട്, അവരെ അടുത്ത് വലിയ ഇതായിട്ട് കാണിക്കും. പക്ഷേ ജീവിക്കാൻ, നമുക്ക് പിടിച്ചു നിൽക്കാൻ ഓരോ മനുഷ്യനും ഇപ്പം ഞാൻ പറഞ്ഞ ഇലോൺ മസ്ക് എന്ന് പറയുന്നത് ഈ ലോകത്ത് നയിക്കുന്ന ഒരാളാണ്. പക്ഷേ ഇവിടെയുള്ള ഓരോ വ്യക്തിക്കും ഇലോൺ മസ്കുമാരാകാനുള്ള അവസരം ഇപ്പോൾ ഉണ്ട്. അതായത് ബിസിനസ് ചെയ്യാനും IT ഫീൽഡിനൊക്കെ. ഇപ്പോൾ അടുത്ത് ഞാനൊരു വാർത്ത കണ്ടത്, ഗൂഗിളിൻ്റെ ഒരു പിഴവ് ഇന്ത്യയിലെ ഒരു ബാലൻ തിരുത്തി. ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു വ്യക്തി ഒരു പിഴവ് കണ്ടെത്തി കൊടുത്തു. അത്രയും പൈസ കൊടുത്തു ഗൂഗിൾ ആ കുട്ടിക്ക്. അത് അത്രയ്ക്ക് സാഹചര്യങ്ങൾ ഈ ഇന്റർനെറ്റ് വിപ്ലവത്തിന്റെ കാലത്ത് നടക്കുന്നുണ്ട്. അതൊക്കെ തന്നെ വലിയ ഡിജിറ്റൽ യുഗമാണ്. ഗൂഗിൾ പേ എല്ലാ പെട്ടിക്കടയിലും അടക്കമുണ്ട്. ചോദിച്ച ആളുകൾ ഉണ്ടായിരുന്നില്ലേ ഗൗതമേ, ഈ ഗൂഗിൾ പേ വന്നപ്പോ ഇത് ആർക്ക്? മീൻ കച്ചവടക്കാരന് ഗൂഗിൾ പേ ഉണ്ടോ? പെട്ടിക്കടക്കാരന് ഗൂഗിൾ പേ ഉണ്ടാവുമോ? നിങ്ങൾ അധികം സമയമായിട്ടില്ല. 2018 വരെ ഇത്രയും രീതിയിലില്ല. 18 ശേഷമാണ് വലിയ രീതിയിലുള്ള ഗൂഗിൾ പേ വിപ്ലവം മോദി നടപ്പിലാക്കിയില്ലേ? അതിന് എന്ത് പറയാനുണ്ട് ഇവർക്ക് ഈ കാര്യത്തിൽ? അതായത് യഥാർത്ഥത്തിൽ ഈ റൈറ്റ് വിങ് പൊളിറ്റിക്സിന്റെ നല്ല വശങ്ങൾ ജനങ്ങളിലേക്ക് എത്തി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അത് കൂടുതൽ ആളുകളിലേക്ക് എത്തിയിരിക്കുന്നു. അത് കോൺഗ്രസിന് ഒരു പക്ഷേ കോൺഗ്രസിന് അനുകൂലമായ ഘടകമായിട്ട് മാറുന്നുണ്ട് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം കോൺഗ്രസിന്റെ ചില നിലപാടുകളെല്ലാം തന്നെ, കോൺഗ്രസ് ഒരു പൂർണ്ണമായൊരു സോഷ്യലിസ്റ്റ് ഇടതുപക്ഷ ചിന്താഗതിയുള്ള പാർട്ടിയൊന്നും അല്ല കോൺഗ്രസ്. കോൺഗ്രസ് ഇവിടെ നടപ്പിലാക്കി തീർത്തും മുതലാളിത്തപരമാണ്. പക്ഷേ അവർ അതിൻ്റെ ഉള്ളിൽ സോഷ്യലിസം എന്ന് പറഞ്ഞുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ നടപ്പിലാക്കി ആ എല്ലാം അട്ടർ ഫ്ലോപ്പായിരുന്നു. അതാണ് ഇതിന്റെ പ്രശ്നം.
എങ്ങനെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ കൊണ്ടുപോകണം എന്നുള്ളത് കോൺഗ്രസിന് വ്യക്തമായി മനസ്സിലായിരുന്നില്ല. പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയപ്പോഴും കൃത്യമായി പഞ്ചവത്സര പദ്ധതികൾ എങ്ങനെ ആസൂത്രണം ചെയ്ത് മുന്നോട്ട് പോയി, അത് എവിടെ എത്തി നിൽക്കുന്നു, എവിടെയൊക്കെ ആയിരുന്നു നിയമങ്ങൾ നടപ്പിലാക്കേണ്ടത്. ഈ ഭരണഘടനയ്ക്കകത്ത് കോൺഗ്രസ് കൊണ്ടുവന്നിട്ടുള്ള ചില നൂലാമൽ, ഇപ്പൊ വഖഫ് ബോർഡ് അടക്കമുള്ള നൂലാമൽ എങ്ങനെയാ വന്നേ? അതെ, ഭാവി കേരളത്തിന്റെ വലിയൊരു സാധ്യത കോൺഗ്രസ് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം വലിയ രീതിയിലുള്ള വലിയ യുവ നേതാക്കളുടെ വലിയൊരു നിര തന്നെ കോൺഗ്രസിന്റെ അകത്തുണ്ട്. പക്ഷെ അത്ര തന്നെ നമുക്ക് CPM-ന്റെ അകത്തോ BJP-ന്റെ അകത്തോ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. അപ്പം വരും വർഷങ്ങളിൽ ഈ ഒരു യുവാക്കളുടെ ഒരു അഭാവം, പ്രധാന യുവ നേതാക്കന്മാരുടെ ഒരു അഭാവം ഈ രണ്ട് പാർട്ടികളെയും വലിയ രീതിയിൽ ഒരു പ്രതിസന്ധിയിലാഴ്ത്തി. 3 വർഷത്തിനുള്ളിൽ BJP ഈ യുവ നേതാക്കളുടെ അഭാവമെല്ലാം പൂർണ്ണമായും പരിഹരിക്കപ്പെടും. കാരണം ഞാനത് പറയാനുള്ള കാരണം എന്നാൽ BJP-ക്കകത്ത് വളർന്നു വരുന്ന, അക്കാദമിക്കലായി BJP വളർത്തിക്കൊണ്ടുവരുന്ന, സംഘം വളർത്തിക്കൊണ്ടുവരുന്ന, അവരുടെ പലതരത്തിലുള്ള പ്രസ്ഥാനങ്ങൾ വളർത്തിക്കൊണ്ടുവരുന്ന മികച്ച പ്രഭാഷകന്മാരായിട്ടുള്ള, മികച്ച ചാനൽ ചർച്ചകളെയൊക്കെ കടത്തിവെട്ടുന്ന രീതിയിൽ സംസാരിക്കുന്ന ആളുകളെ കൃത്യമായി കൊണ്ടുവരുന്നുണ്ട്. അണിയറയിലുണ്ട് അവർ. ഭാവിയിലെ സന്ദീപ് വാര്യർമാർ ഉണ്ടായിരുന്ന കാലത്തെ സന്ദീപ് വാര്യർമാരും യുവരാജ് ഗോകുലും അതുപോലെ തന്നെ ശങ്കുട്ടി ദാസും ഒക്കെയുള്ള ആളുകൾ, ശ്രീജിത്ത് പണിക്കർ പോലെ, അതുപോലെ തന്നെ സഞ്ജീവ് വചസ്പതിയെ പോലുള്ള ഒരു പറ്റം ഗ്യാങ്ങിനെ BJP-യിൽ ഇനി വരാൻ പോവുകയാണ്. യൂത്ത് അതവർ പെട്ടെന്ന് ഇറക്കില്ല. ഒരു 2 വർഷം 3 വർഷത്തിനുള്ളിൽ ട്രെയിനിങ്ങിലാണ്. അതെ, 2 വർഷം 3 വർഷത്തിനുള്ളിൽ ആ യുവനിര ഉയർന്നു വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അത് ഡിബേറ്റുകളിലൂടെ ആയിരിക്കും അവർ വരാൻ പോകുന്നത്. ആ ഡിബേറ്റുകളിലൂടെ കടന്ന് കൃത്യമായി തങ്ങളുടെ ആശയം ആളുകളിലേക്ക് പറയാൻ വേണ്ടി കോൺഗ്രസ് തന്നെയാണ് അടുത്തൊരു 5 വർഷം കൂടെ എന്തായാലും കോൺഗ്രസിന് തന്നെയാണ്, ഒരു 10 വർഷത്തേക്ക് കോൺഗ്രസിനാണ് ഭാവി. അത് കഴിയുമ്പോഴേക്കും ഇവിടെ ഈ കോൺഗ്രസിന്റെ ഭാവിയും വലിയ ആപത്തിലേക്ക് പോവുകയും BJP-ക്ക് വലിയ സാധ്യതയും തുറക്കും. കാരണം ക്രിസ്ത്യാനിറ്റി എന്ത് ചെയ്യുന്നതാണ്, ഒരു വലിയ ഒരു എന്താ പറയാ സ്വിങ് വരാൻ പോവാണ്, ഷിഫ്റ്റ് ഉണ്ടാകാൻ പോവാണ്. അപ്പൊ അതോടൊപ്പം ആളുകൾ നിൽക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പം ക്രിസ്ത്യൻസിന്റെ ഒരു 100%, അതായത് ഈ ഹിന്ദുത്വ രാഷ്ട്രീയം, ഹിന്ദു പൊളിറ്റിക്സ് രാഷ്ട്രീയത്തിൽ വലിയ രീതിയിലുള്ള ഒരു ഒരു ശക്തിയായിട്ട് വളരുന്നു. അത് CPM അടക്കമുള്ള പാർട്ടികൾ ഇപ്പൊ തിരിച്ചറിയുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നത്. ഇപ്പൊ DYFI-യുടെ അടക്കം ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളുടെ വേട്ടയ്ക്കെതിരെ പറഞ്ഞുകൊണ്ട് അവരിപ്പം പ്രതിഷേധിക്കുന്നു. ഈ മാറ്റം ഉണ്ടാകുന്നു. അപ്പൊ അവർ കാണുന്നുണ്ട് ഇവിടെയുള്ള ഹിന്ദു പൊളിറ്റിക്സിന് കേരളത്തിൽ വലിയൊരു വേരൂന്നിക്കഴിഞ്ഞു. ഇനിയും അതിനെ മനസ്സിലാക്കാതെ പോവുകയാണെങ്കിൽ തങ്ങളുടെ കാലിൻ്റെ അടിയിലുള്ള മണ്ണൊഴുകിപ്പോകുമെന്ന് ഇരു പാർട്ടികൾക്കും മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് സന്ദീപ് വാര്യരെ പോലുള്ള ഒരു മികച്ച BJP നേതാവിനെ കോൺഗ്രസ് പൊക്കുകയും ചെയ്തത്. വളരെ ശരിയാണ്. കാര്യം ഹിന്ദു പൊളിറ്റിക്സ് എത്രയോ കാലം ഹിന്ദുത്വ വർഗീയത എന്ന് പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് DYFIക്ക് പോലും മനസ്സിലായി. DYFI ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രമാത്രം ഗതികേടിലാണ് അവർ എന്ന് നമുക്ക് മനസ്സിലായിക്കൂടെ. കാര്യം ഒരു കാരണവശാലും ഒരു തരത്തിലും ഒരു കാര്യവും ചെയ്യാത്ത DYFI പോലും ഈ തരത്തിൽ ബംഗ്ലാദേശ് ഐക്യദാർഢ്യവുമായി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഹിന്ദു വോട്ടുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്, ക്രിസ്ത്യൻ വോട്ടുകൾ നഷ്ടപ്പെടുന്നു എന്നവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പക്ഷേ കോൺഗ്രസോ യൂത്ത് കോൺഗ്രസോ ലീഗോ ഒന്നും ഇതിനെ മിണ്ടിയിട്ടില്ല. അത് മനസ്സിലാക്കണം. അപ്പൊ അവിടെയും CPM വളരെ ഫലപ്രദമായ ഒരു കളി കളിച്ചു. എന്ത് തന്നെയായാലും ഒരു BJPക്ക് ഇവിടെയൊക്കെയാണ് സാധ്യതകൾ തെളിയുന്നത്. ഈ സാധ്യതകളൊക്കെ ഫലപ്രദമാക്കി മാറ്റാൻ BJPക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ നേതാക്കന്മാരുടെ ഭാവി വെള്ളത്തിലാകുമെന്ന് ഇവർ കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു. ഈ സൈബർ യുഗത്തിൽ പണ്ടൊക്കെ വിമർശിച്ചാൽ മോദി അറിയില്ല, പക്ഷേ ഇന്ന് നമ്മൾ വിമർശിക്കുന്നത് പോലും അവിടെ ഇരുന്ന് ഈ മോദി അറിയുന്നുണ്ടാവും എന്നുള്ള കാര്യം സുരേന്ദ്രൻ അടക്കമുള്ള ആൾക്കാർക്ക് മനസ്സിലായിരിക്കുന്നു. BJP സമഗ്രമായ മാറ്റത്തിലേക്ക് പോവുകയാണ്. ഉത്തരേന്ത്യയിൽ നിന്നുള്ള പുതിയ നേതാക്കന്മാർ. അപ്പോഴും സുരേന്ദ്രന്റെ മാറ്റത്തെക്കുറിച്ച് യാതൊരു സംസാരവും അല്ല. സുരേന്ദ്രൻ മാറണമെന്ന് എനിക്കൊരു അഭിപ്രായമില്ല. കാരണം സുരേന്ദ്രൻ മോശമായിട്ട് ആയതുകൊണ്ടല്ല. സുരേന്ദ്രൻ മാറണമെന്ന് പറയുന്ന നിരവധി അണികൾ സോഷ്യൽ മീഡിയയിലൊക്കെ നിരവധി വാദങ്ങൾ കാണാം. അല്ല, അവർ പറയുന്നത് സുരേന്ദ്രൻ എന്ന വ്യക്തിയല്ല, സുരേന്ദ്രനോടൊപ്പം നിൽക്കുന്ന ഒരു ഗ്രൂപ്പ് പൊളിറ്റിക്സ് ഉണ്ട്. ആ ഗ്രൂപ്പ് പൊളിറ്റിക്സ് മാറിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇത് അവർ BJP വളർത്താൻ ശ്രമിക്കുകയും അല്ലാതെ എനിക്ക് ഒരു ഇലക്ഷൻ വരുന്നു, ഇലക്ഷൻ ഞങ്ങൾക്ക് ജയിക്കണ്ടെന്നേ, ഞങ്ങൾക്ക് കുറച്ച് പൈസ മതി, ഈ നിലപാട് മാറ്റിയിട്ട് ഞങ്ങൾക്ക് ജയിക്കണം പാർട്ടിയെ കൊണ്ടുപോകണമെന്ന നിലപാട് അവർ എടുത്താൽ അതോടെ തീരും പ്രശ്നം. ഒരു സുരേന്ദ്രൻ നല്ല പ്രശ്നം. സുരേന്ദ്രൻ ഒരു മികച്ച സംസ്ഥാന അധ്യക്ഷൻ, തീർച്ചയായും സുരേന്ദ്രൻ ഒരു മികച്ച നേതാവാണ്. പക്ഷെ അദ്ദേഹം പറ്റെന്താണ് ഈ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൽ വീണു. അതുകൊണ്ട് തന്നെ മറ്റുള്ള ആളുകളെ കാണാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. ഇതിൽ ഓരോ ആളുകളുണ്ട്, വലിയ ഗ്രൂപ്പുകളുണ്ടല്ലോ. ഈ ഓരോ ഗ്രൂപ്പുകളും
ഇതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് BJPയെ സമഗ്രമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ആ ഒരു മാറ്റമാണ് ഇനി വരാൻ പോകുന്നത്. BJPയുടെ എന്താണ് ഒരു മികച്ച കാലഘട്ടം ഇനിയാണ് യഥാർത്ഥത്തിൽ വരാൻ പോകുന്നത്. ഉത്തരേന്ത്യയിൽ നിന്നുള്ള പല നേതാക്കന്മാരും ഇവിടെ തലപ്പത്തേക്ക് വന്നാൽ പോലും നമ്മൾ എന്താണ് അത്ഭുതപ്പെടേണ്ടതില്ല. അതുപോലെ തന്നെ സംഘം RSSുമായി ബന്ധപ്പെട്ട് RSSന്റെ ഒരു ജനറൽ സെക്രട്ടറി കൊടുക്കുമല്ലോ, അതിൽ പോലും വലിയ മാറ്റങ്ങൾ വരുന്നു എന്ന് തന്നെയാണ്. കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റമാണ് സംഭവിക്കുന്നത്.